കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8, 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ഫരിസേയർ വന്ന് അവനുമായി തർക്കിക്കാൻ തുടങ്ങി. അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ഒരടയാളം ആവശ്യപ്പെട്ടു. അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല. അവൻ അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ 2 വായനകളും നമ്മുടെ മുമ്പിൽ ദൈവത്തോടും ദൈവീക പുണ്യങ്ങളോടുമുള്ള നമ്മുടെ മനോഭാവത്തെ വിശുദ്ധീകരിക്കേണ്ടതായി ഇന്നത്തെ വായനകളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യ വായന യാക്കോബിൻ്റെ ലേഖനം ആരംഭിക്കുന്നതിന് ചില വളരെ അടിസ്ഥാനപരമായ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ്. ആദ്യം പറയാണ്, നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. നമുക്ക് നോർമലി പറ്റാതെ പോകുന്നൊരു വിഷയമാണ് പരീക്ഷകളുണ്ടാകുമ്പോൾ, അസ്വസ്ഥതകളുണ്ടാകുമ്പോൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷേ യാക്കോബ്സിലെ പറയാണ്, പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ അത്യധികം സന്തോഷിക്കുവിൻ. കാരണം കൂട്ടിച്ചേർക്കുന്ന ഇങ്ങനെയാണ്, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കും. വിശ്വാസത്തിൻ്റെ സ്ഥിരത ലഭിക്കുന്നത് നമ്മൾ വിശ്വാസത്തിന് വിപരീതമായ അനുഭവങ്ങൾ ജീവിതത്തിൽ സമ്മാനിക്കപ്പെടുമ്പോഴാണ്. പ്രത്യേകിച്ച് പരീക്ഷണങ്ങളും സഹനങ്ങളും വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ അനുഭവങ്ങളോടുള്ള നമ്മുടെ മനോഭാവമാണ് വിശ്വാസത്തിൽ നമ്മളെ ബലപ്പെടുത്തുന്നതും സ്ഥിരപ്പെടുത്തുന്നതും. അതുകൊണ്ട് യാക്കോബ്സിലേക്ക് പറയും, നിങ്ങൾക്ക് പരീക്ഷണങ്ങളോടും സഹനങ്ങളോടുള്ള മനോഭാവം അത് ആനന്ദമായിരിക്കണമെന്നാണ്. മാനുഷികമായി അസാധ്യമായി നിൽക്കുന്ന വിഷയമാണ് യാക്കോബ്സിലെ പറയുന്നതെങ്കിലും അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? നിരന്തരം ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിൽ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുന്ന അനുഭവമായിട്ടത് മാറും. അനുഭവത്തെ നമ്മൾ അതിജീവിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലൊക്കെ അനുഭവങ്ങളെ അതിജീവിച്ച് കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടുകയാണ്. എന്നിട്ട് യാക്കോബ്സിലെ കൂട്ടിച്ചേർക്കുകയാണ്, നിങ്ങൾ ദൈവത്തോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കണം. പ്രത്യേകിച്ച് ആത്മീയ പുണ്യങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ് ജ്ഞാനം. അപ്പോൾ നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് യാക്കോബ്സിലേക്ക് പറയുകയാണ്. എന്നിട്ട് അത് കർത്താവ് തരും. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആത്മീയ പുണ്യങ്ങളിൽ, നന്മകളിൽ, ദാനങ്ങളിൽ ഒക്കെ കുറവുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവം തരും. എന്നിട്ട് കൂട്ടിച്ചേർക്കണം എങ്ങനെ ചോദിക്കണം. ആ മനോഭാവത്തെയാണ് അവിടെ യാക്കോബ്സിൽ എടുത്തു കാണിക്കുന്നത്. നിങ്ങൾ വിശ്വാസത്തോടും സംശയമില്ലാതെ ദൈവത്തോട് ചോദിക്കണം. ഒരു കാര്യം, ആത്മീയ പുണ്യങ്ങളുമായി ദൈവീക നന്മകളുമായി ഒക്കെ നമ്മൾ ബന്ധപ്പെടുത്തി ദൈവത്തോട് ചോദിക്കുമ്പോൾ ഭൗതിക കാര്യങ്ങൾ ഒരുപക്ഷെ കിട്ടോ ഇല്ലോ നമുക്ക് ഉറപ്പില്ല, നമുക്ക് സംശയമാണ്, നമുക്ക് തന്നെ അറിയില്ല കിട്ടും. പക്ഷേ ആത്മീയ പുണ്യങ്ങളിലും ദൈവീക നന്മകളിലും നമ്മൾ വളരാൻ ആഗ്രഹിക്കുകയും അത് ദൈവത്തോട് ചോദിക്കുകയും ചെയ്താൽ നിശ്ചയമായിട്ട് ദൈവം തരും. ഒരു സ്നേഹത്തിൽ വളരാൻ ആഗ്രഹിക്കുക, ദൈവത്തോട് ചോദിക്കുക, നിശ്ചയമായും നിൻ്റെ ദൈവസ്നേഹത്തിൽ ദൈവം നിന്നെ വളർത്തും. വിശുദ്ധിയിൽ വളരാൻ നീ ആഗ്രഹിക്കുക, ദൈവത്തോട് ചോദിക്കുക, ദൈവം നിന്നെ വിശുദ്ധിയിൽ വളർത്തും. കൃപയിൽ വളരാൻ ആഗ്രഹിക്കുക, ദൈവത്തോട് ചോദിക്കുക, ദൈവം നിന്നെ കൃപയ്ക്കുമേൽ കൃപ നൽകി അനുഗ്രഹിക്കും. അപ്പോൾ അതിനകത്തൊരു സംശയമില്ല. അപ്പോൾ അതെങ്ങനെ ചോദിക്കണമെന്ന് പറയുകയാണ്. നിസ്സംശയം വിശ്വാസത്തോടു കൂടി വേണം ഈ ആത്മീയ നന്മകൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കാൻ. കാരണം ദൈവം തരുമെന്നാണ് യാക്കോബ്സിലെ പറയുന്നത്, സത്യമാണ് താൻ. എന്നിട്ട് അടുത്ത വചനം പറയാണ്, മനസ്കന് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? എന്തെങ്കിലും. കാരണം കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, 1-ാമത്തെ ലേഖനം 1-ന്റെ 7-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്ന നമുക്ക് ഒരു ആത്മീയ നന്മകളുടെ കുറവില്ല. കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്ന നമുക്ക് ആത്മീയ നന്മകളുടെയും പുണ്യങ്ങളുടെയും ഒന്നിനും കുറവില്ല. എല്ലാം ദൈവം സമൃദ്ധമായിട്ട് തന്നിട്ടുണ്ട്.
നമ്മൾ ചോദിക്കാത്തത് കൊണ്ട് ലഭിക്കാതെ പോയത് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്തത് കൊണ്ട് സ്വന്തമാക്കാൻ പറ്റാതെ പോയ അനുഭവങ്ങളേ ഉള്ളൂ. അതല്ല എങ്കിൽ എല്ലാ ആത്മീയ നന്മകളും പുണ്യങ്ങളും എല്ലാം ദൈവം നമുക്കായിട്ട് നൽകിയിട്ടുണ്ട്. ക്രിസ്തുവിലൂടെ, അവൻ്റെ കുരിശുമരണത്തിലൂടെ, അവൻ്റെ പീഡാസഹനത്തിലൂടെ, അവൻ്റെ കാൽവരി യാഗത്തിലൂടെ ഒരാത്മീയ മനുഷ്യന് ആത്മീയ നിർവൃതിയിലേക്കും അതിൻ്റെ ഉന്നതിയിലേക്കും പ്രവേശിക്കാൻ വേണ്ടതെല്ലാം പിതാവായ ദൈവം പുത്രനിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം ആ നൽകപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്തോടും ധൈര്യത്തോടും സംശയമില്ലാതെ നമ്മൾ ചോദിച്ചാൽ നിശ്ചയമായിട്ട് ദൈവം തരും. കാരണം നമുക്ക് വേണ്ടി പുത്രനിലൂടെ നൽകി, പുത്രനെ നൽകി, ആ പുത്രനിലൂടെ എല്ലാ നന്മകളും പിതാവായ ദൈവം നമുക്ക് നൽകി. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്നത്തെ സുവിശേഷത്തെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. അവിടെ ഫരിസേയർ വന്നിട്ട് യേശുവിനെ പരീക്ഷിക്കാനും അവനോട് തർക്കിക്കാനുമായിട്ട് അവനോട് ചോദിക്കുകയാണ്, നീ എന്തടയാളമാണ് തരുന്നത്? എന്തിനാ? നീയാണ് മിശിഹ എന്നതിന്. അപ്പോൾ മിശിഹ വരുമ്പോൾ വലിയ കാഹളത്തോടും ശബ്ദത്തോടും അതോടൊപ്പം തന്നെ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടിയായിരിക്കും വരുന്നതെന്ന് ഇവർ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്തടയാളമാണ് തരുന്നത്? ഈ മണക്കൂർസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ അവിടെ യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതാണ്. 7 അപ്പം കൊണ്ട് അനേകരെ തീറ്റിപ്പോറ്റുകയും വീണ്ടും 7 കൊട്ട നിറയെ ബാക്കി വരുന്ന സംഭവമാണ്. വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചതിന് ശേഷമാണ് ഈ ഫരിസേയർ വന്ന് ചോദിച്ചു, നീ എന്തടയാളമാണ് തരാൻ പോകുന്നത്? യേശു അടയാളവും നൽകിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യേശു തന്നെയാണ് അടയാളം. സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ശക്തമായ അടയാളമാണ് യേശു. അത് തൻ്റെ ജീവിതം കൊണ്ട് വരും നാളുകളിൽ, വരും ദിവസങ്ങളിൽ കാൽവരിയുടെ നെറുകയിൽ അവൻ ഉയർത്തപ്പെടുമ്പോൾ ലോകത്തിന് വേണ്ടി നൽകപ്പെടുന്ന സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പരമോന്നതമായ അടയാളം ഞാൻ തന്നെയാണ് എന്നാണ് യേശു പറഞ്ഞ് കടന്നു പോകുന്നത്. ഈ അടയാളം നമുക്ക് നമ്മുടെ മുമ്പിൽ നിരന്തരം അല്ലേ, യേശു അവൻ്റെ വചനത്തിലൂടെ, അവൻ്റെ ജീവിതത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള ഏറ്റവും വലിയ അടയാളമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. സ്വർഗരാജ്യത്തിൻ്റെ പ്രവേശനത്തിനുമായിട്ട് നിത്യതയിലേക്ക് ഒരു ദൈവ പൈതൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ അടയാളം എന്താ? ഈശോ തന്നെയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, പിതാവായ ദൈവത്തെയും അങ്ങയച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പിതാവായ ദൈവത്തെയും പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ യേശുവിനെ അറിഞ്ഞ് യോഹന്നാൻ 14:6 പറയുന്ന പോലെ ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ വഴിയും നിത്യസത്യവും നിത്യജീവനുമായ യേശുവിനെ അറിഞ്ഞ് യേശുവാകുന്ന അടയാളത്തെ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയമായും സ്വർഗരാജ്യത്തിൻ്റെ മക്കളായി നമ്മൾ രൂപപ്പെടുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് ഇന്നത്തെ വായനകൾ നമുക്ക് തരിക. ഇന്നത്തെ വായനകളുടെ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ, എല്ലാ അനുഭവങ്ങളുടെയും മുമ്പിൽ ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് യേശുവിൻ്റെ വചനവും അവൻ്റെ ജീവിതവും ഓരോ അനുഭവങ്ങളിലും മുന്നോട്ട് പോകുവാൻ നമുക്ക് കരുത്തായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ബലിയിലൂടെ ഉള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.